കേരളം കാത്തിരിക്കുന്ന മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് വിരാമമിട്ടുകൊണ്ട് ഇതാ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ജനവികാരം മനസ്സിലാക്കി വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയായിട്ട് ഇപ്പൊ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ക്യാബിനറ്റ് അംഗം കൂടിയായിട്ടുള്ള കെ.സി. വേണുഗോപാലിനെ മല്ലികാർജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയും തമ്മിൽ പറഞ്ഞ് അനുനയിപ്പിച്ചു എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പൊ കേൾക്കാൻ സാധിക്കുന്നത്. വി.ഡി. സതീശൻ തന്നെ മുഖ്യമന്ത്രിയായിട്ട് സ്ഥാനമേൽക്കും. ഈ പറയുന്നത് പോലെ സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പറഞ്ഞ ഒരേ ഒരു കാര്യമാണ്, ജനവികാരം മനസ്സിലാക്കാതെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പാർട്ടിയുടെ അടിസ്ഥാനം തന്നെ ഇല്ലാതാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇത്രയേറെ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങൾ ഇത്രയേറെ ഇഷ്ടപ്പെടുന്ന വി.ഡി. സതീശനെ തന്നെ മുഖ്യമന്ത്രിയായിട്ട് പ്രഖ്യാപിക്കണം എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. അത് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി ഒഫീഷ്യൽ ഇപ്പൊ TV മാധ്യമങ്ങളിൽ, അതായത് വാർത്താ മാധ്യമങ്ങളിലൂടെ ഇപ്പൊ നിങ്ങൾക്ക് കേൾക്കാനായിട്ട് സാധിക്കും. ഈ ഒരു വാർത്ത വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇനി ഇതിൽ നിന്ന് യാതൊരു മാറ്റവുമില്ല. ഇതിപ്പോ കേരളത്തിലെ ജനങ്ങളുടെ വിജയമെന്ന് പൂർണ്ണമായിട്ടും പറയാനായിട്ട് സാധിക്കും. കാരണം MLA-മാരുടെ സപ്പോർട്ടില്ല, MP-മാരുടെ സപ്പോർട്ടില്ല. ഇതൊന്നുമില്ലാഞ്ഞിട്ട് പോലും ജനങ്ങൾ വിചാരിച്ചാലും ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. വോട്ട് ചെയ്ത് 102 സീറ്റുകൾ നേടിക്കൊടുത്തുകൊണ്ട് UDF എന്ന പാർട്ടിയെ ഇത്രയും മനോഹര വിജയത്തിലേക്ക് കൈപിടിച്ച് കയറ്റാനായിട്ട് സാധിക്കുമെങ്കിൽ ഏറ്റവും കൂടുതൽ തനിക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു വ്യക്തിയെ മുഖ്യമന്ത്രി ആക്കാനും ജനങ്ങൾക്ക് സാധിക്കുമെന്നുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണം തന്നെയാണ് ഇപ്പോൾ വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ പറയുന്നത് പോലെ വി.ഡി. സതീശൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ ജനങ്ങൾ ഇത്രയേറെ ഇഷ്ടപ്പെടാനായിട്ടുള്ളൊരു കാരണം, ഈ കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് UDF പാർട്ടി മൊത്തം അടപടലം ഒന്നുമല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവായിട്ട് വന്ന് ഇത്രയും മനോഹരമായിട്ട് ആ ഒരു പാർട്ടിയെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോയി. ഓരോ വാക്കുകളും കൃത്യമായിട്ട് പഠിച്ചു മാത്രം പറയുക. ഈ പഞ്ചായത്ത് ഇലക്ഷൻ, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഇവിടെയൊക്കെ കിട്ടുന്ന സീറ്റുകളുടെ എണ്ണവും വോട്ടുകളുടെ എണ്ണം വരെയും കൃത്യമായിട്ട് പറഞ്ഞ് പഠിച്ചു പറയുന്ന ഒരു വ്യക്തിയാണ് വി.ഡി. സതീശൻ. അതുപോലെ തന്നെ ഈ പറയുന്ന 100+ സീറ്റ് നേടിക്കൊണ്ട് UDF സർക്കാർ അധികാരത്തിലേറിയില്ലെങ്കിൽ വനവാസത്തിന് പോകും, രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് പറയാനായിട്ടുള്ള ചങ്കൂറ്റം വരെ കാണിച്ച ആ ഒരു നേതാവിനെ ജനങ്ങൾ എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കും? അതുപോലെ തന്നെ ഒത്തിരി വാഗ്ദാനങ്ങളും വി.ഡി. സതീശൻ കൊടുത്തിട്ടുണ്ട്. എല്ലാനും ഈ പറയുന്ന ജനങ്ങൾക്ക് ഒത്തിരി മനസ്സിലാക്കാനും ജനങ്ങളായിട്ട് വല്ലാത്ത രീതിയിൽ കണക്ട് ചെയ്യാനും ആ ഒരു നേതാവിന് സാധിച്ചതിന്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ്. തനിക്കൊരു തട്ടുകേട് വന്നത് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് വന്ന സാഹചര്യത്തിൽ ജനങ്ങളെല്ലാവരും തങ്ങൾക്കൊപ്പം നിന്നത്, വി.ഡി. സതീശൻ ഒപ്പം നിന്നത്, ഇത്രയും ഒരു വലിയൊരു സ്ഥാനത്തേക്ക്, അതായത് കൈവിട്ടു പോയൊരു സ്ഥാനമാണിത്. കാരണം കെ.സി. വേണുഗോപാലിന് MLA-മാരുടെ സപ്പോർട്ടുണ്ട്, MP-മാരുടെ സപ്പോർട്ടുണ്ട്, എല്ലാം ഉണ്ടായിട്ട് പോലും ജനങ്ങളുടെ ഒറ്റ സപ്പോർട്ടിന്റെ പേരിൽ മാത്രമാണ് ഇപ്പൊ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായിട്ട് സ്ഥാനമേറ്റിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇത് ജനങ്ങളുടെ വിജയമാണ്. ഇനി ഏറ്റവും മനോഹരമായിട്ട് ഈ ഒരു മന്ത്രിസഭ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വി.ഡി. സതീശന് സാധിക്കട്ടെ. ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള കാര്യം എന്ന് പറയുന്നത് വി.ഡി. സതീശൻ ഞങ്ങളുടെ പറവൂർ മണ്ഡലത്തിലെ ഞങ്ങളുടെ MLA ആണ്. അപ്പൊ ഞങ്ങളുടെ MLA 25 വർഷങ്ങൾക്ക് ശേഷം മുഖ്യമന്ത്രിയായിട്ടാണ് ഇനി പറവൂരിലേക്ക് വരാനായിട്ട് പോകുന്നത്. അതും ഏറ്റവും വലിയ ഒരു സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പം എന്തൊക്കെയാണെങ്കിലും ഇനിയിപ്പോൾ വാർത്താ മാധ്യമങ്ങളിലും ഒരുപാട് ന്യൂസ് ചാനലുകളിലും കേൾക്കാം നിങ്ങൾക്ക് ഈ ഒരു വാർത്ത. വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. എല്ലാവരുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്